ഒരു മികച്ച വരുമാനം സ്വപ്നം കണ്ട് ഗൾഫിലേക്ക് നീങ്ങുന്ന മലയാളികളിൽ പലരും അത് ലഭിക്കാതെ തീരെ സുഖകരമല്ലാത്ത ജീവിതവുമായി ഗൾഫിൽ കഴിയുന്നു. ഒരിക്കൽ നാട് വിട്ടാൽ തിരികെ നാട്ടിലെത്തി തൊഴിൽ കണ്ടെത്തി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. തൊഴിലിലെ മാന്യത തന്നെയാണ് അതിലെ വിഷയവും. അന്യനാട്ടിൽ ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല, സ്വന്തം നാട്ടിൽ അങ്ങനെ പറ്റില്ല. മേലനങ്ങി ചെയ്യുന്ന ജോലി നാട്ടിലാരും അംഗീകരിക്കുന്നില്ല. സ്വന്തക്കാർ അങ്ങനെ സമ്പാദിക്കുന്നതിനെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. മാത്രമല്ല, തങ്ങളുടെ മക്കൾ അത്തരം ജോലിക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. ഒരു വിവാഹാലോചന വന്നാൽ അത്തരം ജോലി ചെയ്യുന്നവരെ അകറ്റി നിർത്തുകയാണ് പതിവ്. മരുഭൂമിയിലെ ജോലിമെടുത്ത് നാട്ടിൽ ഒരു തൊഴിൽ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന നാസറിൻ്റെ ദുരനുഭവമാണ് ചിത്രത്തിലെ വിഷയം. ഒപ്പം തൊഴിലധിഷ്ഠിതമല്ലാത്ത നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും. മടങ്ങിയെത്തിയ നാസർ വീട്ടിലെത്തി തൻ്റെ മുതിർന്ന ബന്ധുവിനെ കാണുമ്പോൾ MA-കാരനായ നാസർ കൂലിപ്പണി ചെയ്തതറിഞ്ഞ് സങ്കടപ്പെടുന്നു. ആരാ? നാസറോ? ഇന്നലെ എത്തുന്ന് കേട്ടു. കാണാനായല്ലോ. അൽഹംദുലില്ലാ. നിനക്ക് ശരിക്കുള്ള പണിയൊന്നും കിട്ടിയില്ലെന്ന് വരുന്നവരൊക്കെ പറയും. മോനക്ക് നല്ലൊരു ജോലി കിട്ടാൻ പടച്ചവനോട് ഞാൻ ദ്വാരക്കാറുണ്ട്. ഇന്നാള് നമ്മളെ രാമനായർ മോനല്ലേ എൻ്റെ കൂടെ പഠിച്ച ഓൻ പറഞ്ഞ എനിക്ക് കൂലിപ്പണിയാണ്. ഞാനത് വിശ്വസിച്ചില്ല. MA-ക്ക് ഒന്നാമനായി പാസ്സായ നീയ് കൂലിപ്പണി ചെയ്യേ. എന്താ നീയൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല. ആജിക്ക പറയണത് കേക്കായിരുന്നു. എനിക്ക് സുഖാണ്. മരുന്നൊന്നുമില്ലേ ഇപ്പൊ? ഇനി എന്തു മരുന്നാടോ? ഇസ്രായേൽ വിളിക്കുമ്പോ അങ്ങോട്ട് പോവുക. നാട്ടിലൊരു തൊഴിൽ കണ്ടെത്താനുള്ള അയാളുടെ ആഗ്രഹം തൻ്റെ പഴയ മാഷിനോട് പറയുന്നു. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ തീരുമാനിച്ച മാഷേ. ഇനി ഒരു വിസയ്ക്ക് 50,000 റുപ്യ കൊടുക്കണം. എന്നിട്ടോ 800 ദൃഹത്തിനും 1200 ദൃഹത്തിനും ഇടയ്ക്ക് ജീവിതം ഹോമിക്കുന്ന ലക്ഷങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും. ഒരുപാട് അനുഭവിച്ചു മാഷേ. ഇവിടെ നിന്നെപ്പോലൊരാള് കച്ചവടം ചെയ്ത് രക്ഷപ്പെടാന്ന് വെച്ചാ അത് അത്ഭുത. നിന്നെ നിരുത്സാഹപ്പെടുത്താൻ പറയല്ല. നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഏതുതരം ബിസിനസ്സാണ് നീ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും മനസ്സിലില്ല. എനിക്കിപ്പം നമ്മുടെ നാടിനെ പറ്റി ഒരു വിവരവുമില്ല. നാടാകെ മാറിയില്ലേ. വീട്ടില് 100 വരെ എതിരാ. എന്നാലും അരി വാങ്ങാൻ പറ്റുന്ന എന്ത് ഏർപ്പാടാനും വേണ്ടില്ല. തൊഴിലധിഷ്ഠിതമല്ലാത്ത നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും മാറാത്തത് നാടിൻ്റെ ശാപമായിരിക്കുന്നു. തീരെ വിദ്യാഭ്യാസമില്ലാത്ത നാസറിൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിൽ നല്ല നിലയിൽ കഴിയുമ്പോൾ ഇയാൾ അവിടെ കൂലിപ്പണിയായി കഴിയുകയാണ്. ഒരു MA-കാരന് എന്ത് തൊഴിലാണ് നൽകാൻ സാധിക്കുക? അതിപ്പോൾ ചരിത്രമാണ് അയാളുടെ വിഷയമെങ്കിൽ അതിനെപ്പറ്റിയല്ലാതെ എന്താണ് അയാൾക്കറിയുക? ചിന്തിക്കേണ്ട വിഷയമാണിത്. നാട്ടിൽ ഇനിയും ഏതെങ്കിലും ഒരു ജോലിക്ക് മിനിമം യോഗ്യത ചോദിക്കുന്നത് ബിരുദമാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ ഒഴിച്ച് ഏതൊരു ബിരുദമുള്ള ആൾക്കും തൊഴിലുമായി എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. ഒരു ഡാറ്റ എൻട്രി ജോലി പോലും സാധ്യമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ 2 മണിക്കൂറെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന കൂലി സമ്പാദിച്ച് വേണം ജീവിക്കാൻ. അത്തരം തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാകാൻ സർക്കാർ അവസരമൊരുക്കുകയാണ് വേണ്ടത്. ഇറച്ചിക്കടയിലും ഹോട്ടലിലും തുണിക്കടയിലും തയ്യൽക്കടയിലും പലചരക്ക് കടയിലും കൽപ്പണി, മരപ്പണി, പ്ലംബിംഗ്, ഇലക്ട്രിക് ജോലികൾ ഒക്കെ ഇവർ ചെയ്യണം. ഇങ്ങനെ ഇവർ ആ ജോലിക്കിറങ്ങിയാൽ അത്തരം ജോലി എല്ലാവരാലും അംഗീകരിക്കപ്പെടും. അതാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്. വേൾഡ് മലയാളി കൗൺസിലിന്റെ എന്തോ ആയിട്ട് പത്രത്തിൽ പടമിട്ട് കണ്ടു. സുലൈമാൻ അവിടെയും തിരക്ക. ഒരു VVIP തന്നെ. ഞാൻ കാണാറില്ല. എന്നെ ആരും അന്വേഷിക്കാത്തതിന് ഞാൻ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. നിന്നൊക്കെ അവന് മറക്കാൻ പറ്റുമോ? എല്ലാം മായ്ക്കുകയും മറക്കുകയും ചെയ്യുന്ന മണ്ണാണത്. വിചിത്രമായ ലോകം, വിചിത്രമായ ബന്ധങ്ങൾ, ഉയർച്ചയും താഴ്ചയും കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും നടക്കുന്ന അത്ഭുത ലോകം. ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നീ രമേശനെ കണ്ടില്ലേ? ഇല്ല. കുറെ ദിവസങ്ങളായവൻ പുറത്താണത്രേ. ബന്ധുവീട്ടിൽ ചെല്ലുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നാസർ അവഗണിക്കപ്പെടുന്നു. പലർക്കും കൂട്ടത്തിലൊരാളായി കൂട്ടാൻ മടി തോന്നുന്നു. ഇറങ്ങി പോണത് കണ്ടില്ലേ? മാനമര്യാദക്ക് ഇറക്കി കൊടുത്തതാ. ഓനും അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞു തന്നെയാ. അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ മടങ്ങിയത്. അളിയന്റെ തിരക്ക് നിങ്ങൾക്ക് അറിയണതല്ലേ? നാസർ അളിയനാണെങ്കിൽ വലിയ തിരക്കില്ല. മാത്രമല്ല സംസാരിക്കാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലേനും.
ഒക്കേത്തിനൊരു അതിരുണ്ട് അബീബേ. കാര്യമൊക്കെ ശരിയാ. ഓൻ പോരാത്തവനാണ്ടോ. എന്നാലും ഹമീദ് നാസറും എന്റെ പെങ്ങന്മാരെ കിട്ടിയവരല്ലേ. സ്വത്ത് വരെയും പോവുകയും ചെയ്യും മോനെ. ഈ ആ പെൺകുട്ടീനെ ഓർക്കേണ്ടതായിരുന്നു. അത് തിന്നണ തീ പെറ്റ വയറിനല്ലേ അറിയുള്ളൂ. ഇനി തിരിച്ചു പോണില്ലെന്നാണല്ലോ കേട്ടത്. മാധവൻകുട്ടി മാഷ് പറഞ്ഞതാ. ഈ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ അളിയാ. ഇവരുടെ വിചാരം MA പാസ്സായ എല്ലാം ആയിന്ന. അവിടെ എന്റെ ബോയ് BA ഹിസ്റ്ററിക്കാരനാ. ചായ ഉണ്ടാക്കാൻ പാനിപ്പത്ത് യുദ്ധത്തിന്റെ കൊല്ലമൊന്നും പഠിക്കണ്ടല്ലോ. കോളേജിലെ ഹീറോയെ കെട്ടാൻ തിരക്കൂട്ടണ കണ്ടപ്പോഴേ ഞാൻ ഊർജുനോട് പറഞ്ഞതാ, നല്ലോണം ആലോചിച്ചിട്ട് മതി, അവന്റെ ജോലിയൊക്കെ പോക്കാണെന്ന്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അവളുടെ മറുപടി. 8 വർഷം മുമ്പ് വിട്ടുപോയ നായകനെ അവളുടെ കോളേജിലെ ഓരോ മണ്ടരിക്കും പരിചിതമാണത്രേ. ഇപ്പൊ പെൺകുട്ടി ശരിക്കും മനസ്സിലാക്കി കാണും. അവള് തന്നിഷ്ടപ്രകാരം ഓടിപ്പോയതൊന്നല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് കെട്ടിച്ചുകൊടുത്തല്ലേ. നിങ്ങൾ ആരും അവളെ സഹായിക്കണ്ട. എല്ലാം കണ്ണ പഠിച്ച റബ്ബുണ്ട്. റബ്ബ് ഒരു വഴി എന്റെ മോൾക്ക് കാണിച്ചു കൊടുക്കും. തൻ്റെ പഴയ സുഹൃത്തിനെ കാണുമ്പോൾ അയാൾ കോളേജ് അധ്യാപകനാണ്. ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന നാസറിൻ്റെ പക്കൽ ധാരാളം പണം കാണുമെന്നാണ് സുഹൃത്ത് കരുതുന്നത്. ഇരുവരും പഠിച്ചത് ഒന്നു തന്നെയെങ്കിലും അധ്യാപകനല്ലാത്തയാൾ വെറും കൂലിയില്ലാത്തവനാകുന്ന സിസ്റ്റം തീരെ മോശപ്പെട്ടത് തന്നെ. കൂടാതെ ഇനിയും ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം എന്നതും മാറേണ്ടത് തന്നെ. സിലബസ് പ്രഖ്യാപിച്ച് പഠിക്കാൻ അനുയോജ്യമായ വീഡിയോസ് നിർദ്ദേശിക്കേണ്ട പഠനരീതിയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്ത് പഠിക്കുവാനും എളുപ്പമാകും. വീട്ടുകാരുടെ പണം കൊണ്ട് പഠിക്കുന്ന സമ്പ്രദായം മാറേണ്ടത് തന്നെ. നാട്ടിൽ എന്താ പ്ലാൻ? ജീവിക്കണമെങ്കിൽ പ്രാഗ്മാറ്റിക് ആവണം. പഴയ ചോരത്തിളപ്പിന്റെ ഐഡിയോളജി ഒന്നും രക്ഷിക്കില്ല നാസറേ. ഞാൻ അതൊക്കെ എന്നേ വിട്ടു. എന്തെങ്കിലും ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റബിൾ ഫീൽഡ്. ഞങ്ങൾ കുറച്ച് കോളേജ് അധ്യാപകർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാസറിനും ചേരാം. കയ്യിൽ ധാരാളം കാശുണ്ടാവുമല്ലോ. ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഇപ്പോഴും കുറുപ്പ് സാറല്ലേ? ഏയ്, സാറൊക്കെ പോയില്ലേ? ബൈ ദ ബൈ, റിയൽ എസ്റ്റേറ്റ് പോരെങ്കിൽ വേറെയും ഫീൽഡുകളുണ്ട്. എല്ലാം ഇന്റർ റിലേറ്റഡ്. സ്റ്റോക്ക് ആൻഡ് ഷെയർ, പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ, എല്ലാം നല്ല ബിസിനസ്സാണ്. ജോസഫ്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഒരാളെ കാണാനുണ്ട്. രാഷ്ട്രീയ പാർട്ടിയും അയാളുടെ പ്രവർത്തനം ആവശ്യപ്പെടുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണോ? അയാൾ അംഗത്വ ഫീസ് എന്ന തുക നൽകിയിരിക്കണം. പാർട്ടിയുടെ ആവശ്യത്തിന് കൂടുതൽ പണം മുടക്കുന്നയാൾ പാർട്ടിയുടെ അധികാരം കൈക്കലാക്കുന്നു. പിന്നീട് അയാൾ അധികാരം നിലനിർത്തുന്നതിനായി പണം തിരിച്ചു പിടിക്കാനുള്ള വഴിയും കണ്ടെത്തുന്നു. തൊഴിലാളികളുടെ ഐക്യത്തിലൂടെ സമത്വം വരില്ല, മറിച്ച് നാട് നന്നാവാനുള്ള നല്ല നിയമമുണ്ടെങ്കിലേ അത് സാധ്യമാകൂ എന്ന് ഇനിയും അത്തരം അന്ധവിശ്വാസികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നാസറിനെയും തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ച നിലയ്ക്ക് നാസറുമായി സംസാരിക്കാൻ പാർട്ടി എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഏത് മേഖലയാ വേണ്ടത്? സഖാവേ, കുറച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളിലാണ് ഞാൻ. എന്തെങ്കിലും ഒരു തൊഴിൽ തരപ്പെടുത്തണം. തിരക്കില്ല. നാസർ നല്ലോണം ആലോചിച്ചിട്ട് മതി. പഴയ രംഗം തന്നെ തെരഞ്ഞെടുത്തോ. സാംസ്കാരികം. നാസറിനെ പോലൊരാളെ പാർട്ടിക്ക് അത്യാവശ്യമുള്ള സമയമാക്കും. ഒരു ഹോൾ ടൈമർ ആകാൻ പ്രയാസ സഖാവേ. എന്നാലും ആവുന്നതൊക്കെ ഞാൻ ചെയ്യാം. ശരി, ഞാൻ കമ്മിറ്റിയിൽ വെക്കാം. ദാമോദരൻ്റെ ഹാർഡ്വെയർ ഷോപ്പ് വാങ്ങാൻ നാസർ ധാരണയിലെത്തുന്നു. ദാമോദരനായി കുതിരവട്ടം വെപ്പ് വന്നത് തനി ദാമോദരൻ തന്നെയായി. യഥാർത്ഥത്തിൽ നാസർ കച്ചവടം തിരഞ്ഞെടുക്കുമ്പോൾ അയാളിലെ ദുരഭിമാനം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. ഗൾഫിൽ കൂലിപ്പണി ചെയ്യുന്നയാൾക്ക് ഇവിടെയും അത് ചെയ്ത് ജീവിക്കാനുള്ള വഴിയുണ്ട്. പക്ഷേ ദുരഭിമാനം അയാളെ അതിനനുവദിക്കുന്നില്ല. ദാമോദരൻ കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? നാസറിന് പൈസ മുഴുവൻ ശരിയായിട്ടില്ല. അത് പ്രശ്നമാക്കണ്ട. നിങ്ങൾ എനിക്കറിയില്ലേ, എന്നെ പോലെ കഷ്ടപ്പെടുന്നതന്നല്ലോ ഓനും. പിന്നെ ഒരു കടയൊക്കെ നടത്തുമ്പോ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വേണം. എപ്പോഴും കടയിൽ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവണം. വിറ്റാലില്ലെങ്കിലും പറഞ്ഞ ഡേറ്റിന് സപ്ലയർക്ക് പൈസ കൊടുക്കണം. അതാ ഒരു പ്രശ്നം. ഒക്കെ ശരിയാകും ദാമോദര. ആ, മകൾക്ക് എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ സൂക്കേട് വന്നാ വേഗം അങ്ങോട്ട് മരിക്കുക നല്ലത്. എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നാണോ മരുന്നിന്റെ വില? ആ, ഒക്കെ അനുഭവിക്കുന്നു. ദാമോദരൻ പറഞ്ഞ വില നാസർ തരും. ഓ, മറ്റന്നാൾ 50 എത്തിക്കും. ബാക്കി പീടിക കൈമാറുമ്പോ പോരെ? ഒക്കെ നിങ്ങൾ പറയും പോലെ. നാസർ ഇതുകൊണ്ട് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ദാമോദരൻ്റെ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. പലരും വായ്പയെടുത്ത് കച്ചവടം ചെയ്യുന്നു.
വരുന്ന സംഖ്യ കൊണ്ട് വായ്പയടവും ജീവിത ചെലവും നോക്കുന്നു. എന്നാൽ 50,000 രൂപയുടെ കച്ചവടം നടക്കുമ്പോൾ 1,00,000 രൂപയുടെ സ്റ്റോക്ക് എടുത്ത് വെക്കണമെന്ന സത്യം വലിയ വകയില്ലാത്തയാൾ കച്ചവടം ചെയ്യുമ്പോൾ സാധിക്കാതെ പരാജയപ്പെടുന്നു. ഇന്ന് സ്കൂളില്ലേ എനിക്ക്? ഈ ഒക്കെ വലുതായിട്ട് വേണം അന്റെ ഉപ്പാക്കൊന്ന് കരപറ്റാൻ. ഞാൻ കുട്ടിയായിരുന്നപ്പോഴും അദ്ദേഹനല്ലേ പറഞ്ഞിരുന്നത്? കച്ചവടം ചെയ്യാനൊക്കെ എന്റെ കയ്യിൽ കാശുണ്ടാ. ആ പെൺകുട്ടിയുടെ മേലെ ഒരു ചെയിൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഈ എടുക്കരുത്. അബീബും ജമീലും വരുമ്പോ എന്റെ തൊലി ചുളിയാ. അവർ തന്നൊക്കെ എടുത്തില്ലേ. തറവാടികൾക്ക് പറ്റിയ പണിയൊന്നല്ല ഞമ്മള് ചെയ്തത്. പാകണ്ടായിട്ട് ചെയ്തൊന്നും അല്ലല്ലമ്മ. പിന്നെ അത്രയും ആളിന്ന് കുറച്ച് കാശ് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കച്ചവടം നന്നായ ഉടനെ തിരിച്ചു കൊടുക്കാം. അദ്രൈമാനിപ്പോ ഈ കുടി തന്നെ അറിയില്ല. അന്റെ വാപ്പ വിറ്റ് ബാക്കിയുണ്ടായിരുന്നെന്റെ 3/4 ഭാഗം ഓൻ തന്നെയല്ലേ സ്ത്രീധനായിട്ട് കൊണ്ടുപോയത്. എന്റെ മോനൊന്നും മിണ്ടിയില്ലല്ല. അല്ലെങ്കിലും കയനക്കാർക്ക് മുതലിനോട് ഇത്തിരി കൊതി കൂടുതലാ. നീ ഇതുവരെ കിടന്നില്ലേ? ചോറ് മേശപ്പുറത്ത് വെച്ചിട്ട് കിടക്കായിരുന്നില്ലേ? ഉമ്മയും കുട്ടികളും കിടന്നോ? ഓ, അവരെപ്പോഴേ ഉറങ്ങി. ദാമോരേട്ടന്റെ കാശൊക്കെ മുഴുവൻ കൊടുത്തില്ലേ? എല്ലാരും പറയുമ്പോ പേടിയാവുക. നല്ലോണം കാശിറക്കിയാലേ കച്ചവടം ഉണ്ടാവുന്ന ആൾക്കാര് പറയണ. ഓ, ഇനിയിപ്പോ എവിടെ നിറക്കാനാ? നിന്നെ ഇവിടെ പാല കച്ചവടം പഠിപ്പിക്കാൻ വന്ന് ആവശ്യമില്ലാത്ത തലയിടണ്ട. ആകെ ഉള്ളത് മുഴുവൻ പെറുക്കി വിട്ടിട്ടാ ഇതൊക്കെ ചെയ്യണത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഭക്ഷണം കഴിക്കാൻ സൂര്യൻ തരില്ല. കടമെടുത്തും സ്വർണം വിറ്റും തുടങ്ങിയ കച്ചവടം പരാജയത്തിലേക്ക് നീങ്ങുന്നു. അവിടെ നിൽക്ക്, ഇവിടെ വാ. ഈ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഈ ഇപ്പൊ ടൂറിനൊന്നും പോണ്ട. ഉപ്പാടെ വിഷമം എനക്കറിയോ? ഇവിടെ എങ്ങനെയാ കഴിയണേ? ഈ ഇളക്കുട്ടിയൊന്നല്ലല്ലോ. ഉപ്പാനെ ബുദ്ധിമുട്ടിക്കല്ലേ മോളെ. ചെല്, ഉപ്പാട് പറ ഞാൻ ടൂറിനൊന്നും പോണില്ല. ബാക്കിയുള്ളവർക്ക് ഒരു സൈക്കിൾ തന്നെ വാങ്ങിയിട്ടില്ല, എന്നിട്ട് എന്റെ ഒരു ടൂറ്. പോ. ഉപ്പ ഞാൻ ടൂറിന് പോണില്ല. അടുത്ത പ്രാവശ്യം കൊടൈക്കനാലിലേക്ക് പോണ്ട്. അപ്പ പൊയ്ക്കോളാം. നാസറിന്റെ കുടുംബത്തിലെ സ്ഥിതി മോശമാകുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും തരില്ല. എന്റെ മോൾക്ക് ആകെ ഉള്ളതാ. അതും കൂടി വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പണയം വെച്ച് സമീറിന്റെ ഫീസ് കൊടുക്കാന്നാ വിചാരിച്ചത്. നിനക്കിഷ്ടല്ലെങ്കിൽ വേണ്ട. ഉപ്പ അത് കൊണ്ടുപോയിക്കോ. ബ്ലേഡ് പലിശക്ക് വാങ്ങിയ തുക ബാധ്യതയാകുന്നു. കുട്ടിയുടെ സ്വർണം പണയം വെക്കാൻ ബാങ്കിലെത്തുമ്പോൾ അവിടെ മാനേജരായി നാസറിന്റെ പഴയ കാമുകി. മൈ ഗോഡ്, നാസർ, ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ്. ഞാൻ വിചാരിച്ച നാസർ വല്ല സിറ്റിയിലും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന്. സ്റ്റിൽ അൺസെറ്റിൽഡ്. ഞാൻ വന്നത് ചെറിയൊരു ഗോൾഡ് ലോൺ വാങ്ങാനാണ്. ഒരിക്കലും ഇങ്ങനൊരു കണ്ടുമുട്ടൽ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല. കാണേണ്ടായിരുന്നു. പഴയ നാസറിന്റെ ചിത്രം മായ്ക്കേണ്ടിയിരുന്നില്ല. എല്ലാവരും എല്ലാറ്റിനും ഉറ്റുനോക്കിയിരുന്ന നാസർ എന്നെ പറ്റി മാത്രം സംസാരിച്ചു. സുഷമയെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? നായർ പത്രപ്രവർത്തകനാ, അറിയുമായിരിക്കും. വിനീത് ചന്ദ്രൻ. മാപ്പിളാരൊക്കെ ഉമ്മക്കുട്ടികളെ തേടി പോയപ്പോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാനൊരു നായരെ അന്വേഷിച്ചു പോയി. നിനക്കൊരു മാറ്റമില്ല, പഴയ സുഷമ തന്നെ. മനസ്സ് വഴിമുട്ടുമ്പോഴൊക്കെ ഇപ്പോഴും ഒരു ആശ്വാസത്തിന് പഴയ ക്യാമ്പസ് തേടി പോകുന്നു. ഓർക്കുമ്പോ ഒക്കെ അൺറിയലാ, ബട്ട് സോ റിയൽ, റിഫ്രഷിംഗ്. നാസറിന്റെ ഭാര്യ ഗർഭിണിയാകുന്നു. സാധാരണ ഡേറ്റിന് കാണാറുള്ളതാ, 3 ആഴ്ചയായിട്ടും ഇല്ല. നിന്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ട്. ഇതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര വൈകിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഇതും കൂടെ വേണ്ടു. ഉറപ്പായോ?
നിനക്ക് വിഷമാവൂന്നറിയില്ല. ഈ ദുരിതത്തിലേക്ക് ഒരു പുതിയ ജന്മം കൂടി കൊണ്ടുവരണ്ടെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾ തന്നെയാണ് ഈ പറയണ? വയ്യ വയ്യ, കൊല്ലാനിക്ക് വയ്യ. ബ്ലേഡുകാരുടെ പരാതിയിൽ നാസർ പോലീസ് കസ്റ്റഡിയിലാകുന്നു. കടം വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കാണ്ട് പറ്റുമോ? അവരുടെ രേഖകളൊക്കെ ഉണ്ട്. ഈ വക നാണംകെട്ട പണിക്ക് നിന്നെ കിട്ടില്ല. അനിയത്തിയുടെ ഭർത്താവാണെന്ന് പറയണ എന്നെ കാലങ്ങളായി ഞാൻ നിർത്തി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. അയാൾ നമ്മുടെ കുടുംബത്തിനുണ്ടാക്കിയ അപമാനം ചെറുതല്ല. എന്തായാലും ഇപ്പൊ സ്റ്റേഷനിൽ നടക്കണം. അതാണ് അടിയന്തരം. ബാക്കിയൊക്കെ പിന്നെ. അതിനിപ്പോ SP സ്ഥലത്തില്ല. ഞാൻ നോക്കട്ടെ. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ഇപ്പോ എന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർ വേണം അല്ലേ? നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ. ഒരു അത്യാപത്ത് വരുമ്പോഴേ അതൊക്കെ ഓന്റെ അഹങ്കാരത്തിനൊക്കെ വേണം. പാവന്റെ നൂർജു ഓളെ കാര്യം ഓർക്കുമ്പോഴാ. ആരാ അത്? ഞാനാണിക്ക ഐസു. അദ്രമോ, എന്റെ മോനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കണം. എനിക്ക് എന്റെ കുട്ടികൾക്ക് ആരുമില്ലാട്ടാ. എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ടായി. ഒരു കള്ളനെ പോലെ പിടിച്ചോണ്ടായത്. എനിക്കിത് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്റെ റബ്ബേ. ഐസോ, മോള് സമാധാനിക്ക്. ഇപ്പോ ഉള്ളോരും കൂട്ടക്കാരും. ബന്ധത്തിനൊന്നും ഒരു വിലയില്ല. അദ്രമോളിയെ എങ്ങനെയെങ്കിലും ആളെ ഇറക്കി തരണം. വീടും പറമ്പും വിറ്റിട്ടെങ്കിലും ഞങ്ങൾ മടക്കി തരാം. റമദാൻ മാസ 70,000 കൂലി കിട്ടണ കാല. എന്നാലും പ്രമാണികൾക്ക് ഒരു കുലുക്കൂല്ല. ഞാൻ KCI ഒന്ന് സംസാരിക്കട്ടെ. ആ ഇബിലീസായി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവനാണ് പറ്റണത് ചെയ്യാ. ഒടുവിൽ വിധിയായി നാസർ നാട് വിട്ടു പോകണം. എന്റെ മോനക്ക് ഉണക്കച്ചെമ്മീൻ കണ്ടൂടാ. പണ്ടൊക്കെ തിന്നാൻ കൊടുത്താ 100 കുറ്റ. അതുകൊണ്ട് ഉപ്പ പണിക്കച്ചെമ്മീനും കരിമീനും വാങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ എന്റെ മോനെ എന്ത് കൊടുത്താലും തിന്നും. ഒരു കുറ്റം പറയാണ്ട് എണീച്ച് പോണത് കാണുമ്പോ കരല് പടയ്ക്കുക. പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അവൻ എങ്ങനെയെങ്കിലും നാട് വിട്ടു പോണം. മരിച്ചുപോയ ഉപ്പയോട് പരാതി പറയുന്ന നാസർ. ഇവിടെ നെടുമുടി വേണുവാണ് ഉപ്പ. എന്നാൽ ഉപ്പയുടെ സംഭാഷണ ശൈലി ഒരു മുസ്ലിമിൻ്റേത് പോലല്ല. നീ ഇത്ര വേഗം ചരിത്രമൊക്കെ മറന്നോ? നിനക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ? കഷ്ടപ്പെടുന്നവരും ദുരിതം പേറുന്നവരും ലോകത്ത് അതിർവരമ്പുകളില്ലാതെ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്റെ മോൻ കാണുന്നില്ലേ? അതിലൊരുവൻ മാത്രമാണ് നീയും. എനിക്ക് നമ്മുടെ നാട് വിട്ടു പോകാൻ തോന്നുന്നില്ലല്ലോ ഉപ്പ. ബഹുഭൂരിപക്ഷവും പ്രവാസികളാകുന്നത് സ്വന്തം ഇഷ്ടത്തിനാണോ? അന്നത്തിനും അറിവിനും വേണ്ടി അവൻ നാടും വീടും വിട്ടലയുന്നു അല്ലേ? പുറപ്പാടിന്റെയും കൂടണയലിന്റെയും വേർപിരിയലിന്റെയും മഹായാനത്തിൽ നിനക്ക് മാത്രമായി തിരഞ്ഞെടുപ്പുകളില്ല പോലെ. നീ കാലമാകുന്നു. രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ കാലത്ത് 1.25 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമ. അതോ കലാമൂല്യമുള്ളതും താരപരിവേഷമില്ലാത്തതും. അതാണ് ലോറി. പത്മരാജൻ്റെ എക്കാലത്തെയും മികച്ച രചന എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഭരതൻ്റെ മികച്ച സംവിധാനമെന്ന്. ലോറി കണ്ട് ജനം പറഞ്ഞു, കലാമൂല്യമുള്ള സിനിമ തിയേറ്ററിലെത്തട്ടെ, ഞങ്ങൾ വിജയിപ്പിക്കും. അന്നത്തെ 100 കോടി ക്ലബിൽ ലോറി എത്തി. അതെ, 100 ദിവസം ലോറി തിയേറ്ററിൽ ഓടുകയായിരുന്നു.